ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അസുഖങ്ങളും ഒക്കെയാണ്, പലർക്കും ഒരു വീട്ടിൽ തന്നെ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ദിവസവും ധന്വന്തരി മന്ത്രം ജപിച്ചാൽ അത് ആരോഗ്യത്തിനും ആയുസ്സിനും വളരെ നല്ലതാണ്. ധന്വന്തരി ആയുസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ദേവനാണ്. പാലാഴി കടയുമ്പോൾ കയ്യിൽ അമൃതകുംഭവുമായി വന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ധന്വന്തരി. ധന്വന്തരി ദേവന്മാരുടെ വൈദ്യനാണ്. അതുപോലെ തന്നെ ആയുർവേദത്തിൻ്റെ ദേവനാണ് ധന്വന്തരി. അതുകൊണ്ട് ധന്വന്തരിയുടെ മന്ത്രം നമ്മൾ ദിവസവും ജപിച്ചാൽ അത് വളരെ നല്ലതാണ്. ഇനി ആ മന്ത്രം എന്താണെന്ന് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയെ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. നമുക്ക് അസുഖം വരുമ്പോൾ ചികിത്സയുടെ കൂടെ തന്നെ ഈ മന്ത്രവും നമ്മൾ ഡെയിലി ജപിക്കുകയാണെങ്കിൽ നമ്മുടെ അസുഖം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാനായിട്ട് സഹായകമാകും. ഇനി ധന്വന്തരി ഗായത്രി. ഓം തത്പുരുഷായ വിദ്മഹേ അമൃതകലശഹസ്തായ ധീമഹി തന്നോ ധന്വന്തരി പ്രചോദയാത്. ഇതും നിങ്ങൾ പറ്റുന്ന വിധത്തിൽ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ജപിക്കുകയാണെങ്കിൽ നമ്മുടെ കഷ്ടകാലവും അസുഖങ്ങളും ഒക്കെ മാറിക്കിട്ടാൻ വളരെ നല്ലതാണ്. ധന്വന്തരി മൂർത്തി ചതുർബാഹുവാണ്. ഒരു കയ്യിൽ ശംഖ്, മറ്റേ കയ്യിൽ ചക്രം, പിന്നെ ഒരു കയ്യിൽ അമൃതകുംഭം, പിന്നെ ഒരു കയ്യിൽ അട്ട, ഇതാണ് ഉള്ളത്.